ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 54,500 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. 90 ക്വാണ്ടിറ്റി. ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് ഒരു 1239.05 ആണ് കിട്ടിയത്. മാർക്കറ്റിൽ നിന്നൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. സോ ട്രെൻഡിനൊപ്പം തന്നെയാണ് നമ്മളിന്ന് ട്രേഡും എടുത്തിരിക്കുന്നത്. വെറുതെ ട്രെൻഡിനൊപ്പം കയറി ട്രേഡ് എടുത്തല്ല, ജസ്റ്റ് നമ്മളുടെ ഒരു പ്രോപ്പർ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. അപ്പോൾ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും സ്റ്റോപ്പ് ലോസ് ആണ് നമ്മളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് വെച്ചേക്കാം. നമുക്ക് ടാർഗറ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അധികമായി പോകരുത്. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. 1214ഉം ട്രിഗർ വന്നിട്ട് 1215. ₹1 കൂട്ടിയിട്ടാണ് ട്രിഗർ പ്രൈസ് വയ്ക്കുന്നത്. ജസ്റ്റ് ഞാൻ ₹1 കൂട്ടിയിട്ട് വയ്ക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ₹3 ₹5 ഗ്യാപ്പിൽ ട്രിഗർ പ്രൈസ് വയ്ക്കുന്നതാണ് നല്ലതെന്നാണ് സറോദയുടെ എനിക്ക് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാതെ വന്നപ്പോൾ സറോദയുടെ കസ്റ്റമർ കെയറുമായിട്ട് സംസാരിച്ചപ്പോൾ അവരിങ്ങനെ പറയുന്നത്. പക്ഷേ ഞാൻ ഒരു ₹1 ഒരു ഡിഫറൻസിൽ വയ്ക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. ഓക്കെ, എനിവൈസ് ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റിലേക്ക് കയറിയിട്ടുണ്ട് മാർക്കറ്റ്. ഒരു 1300 1500 അടുപ്പിച്ചപ്പോൾ പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് ഓവറോൾ ഒരു 4000+ അല്ലെങ്കിൽ ഒരു 4500 അടുപ്പിച്ചൊരു പ്രോഫിറ്റാണ് ഇന്നത്തെ ട്രേഡിൽ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്തായിരിക്കും നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നത്. താഴത്ത് ന്യൂ ആയിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ്. താഴത്ത് റെഡ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. അത് നമ്മളുടെ ടാർഗറ്റിലേക്കാണ് മാർക്കറ്റ് മൂവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് ടാർഗറ്റിലേക്ക് കൊടുക്കാം. വീഡിയോ കാണുന്നവരെല്ലാവരും ട്രേഡ് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടൊരു രസമുണ്ടെന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഹിറ്റ് ചെയ്യണേ. കാരണം ഒരു 10-500 പേര് കണ്ടാൽ കൂടി നമുക്ക് ഒരു ലൈക്സൊക്കെ ഒരു 15 പേരൊക്കെ ചെയ്യാറുള്ളൂ. നമ്മളുടെ ഒരു ജോലിയുടെ ഇടയ്ക്കും കൂടെ നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ജോലിയോടൊരു സന്തോഷം കിട്ടും. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ജസ്റ്റ് പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരു 30%ഓളം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നാണ് നോട്ടിഫിക്കേഷനിൽ യൂട്യൂബ് നമ്മളോട് പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഓക്കെ ആണെന്ന് തോന്നിയാൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതൊരു വലിയൊരു ഉപകാരമായിരിക്കും. ചെയ്തിട്ട് കണ്ടാൽ ഒരു സന്തോഷം. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെച്ചിട്ട് കണ്ടാൽ വളരെ സന്തോഷമായിരിക്കും. സോ നമ്മൾ ചെയ്യുന്നൊരു ജോലിക്ക് നമുക്ക് കിട്ടിയൊരു പ്രതിഫലമായിട്ട്, അല്ലാതെ എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇതിൽ നിന്നൊന്നും പൈസയൊന്നും കിട്ടുന്നില്ല. സോ കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ അല്ലല്ലോ, മീൻസ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഓഡിയൻസിലല്ലല്ലോ, നമ്മളൊരു സ്റ്റഡി പർപ്പസ് ഓഫ് ഓഡിയൻസിനാണല്ലോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സോ സ്റ്റഡീസിന് ആൾക്കാർ കുറവായിരിക്കും കാണാൻ. അപ്പോൾ എനിവേസ് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കും കൂടെ ചെയ്തതിന് ശേഷം ഒന്ന് വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. സന്തോഷം. ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു 2000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. 2600 3000 അടുപ്പിച്ചാവുകയാണെന്നുണ്ടെങ്കിൽ 3000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് ടാർഗറ്റിലേക്ക് വയ്ക്കാം. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 പോയിൻറ്റ്സിൻ്റെയാണ് ടാർഗറ്റ്. 1289 ആണ്. ഇപ്പോൾ ഒരു 69 റേഞ്ച് മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഈ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ നമ്മളുടെ 77 ഹൈ കാണിക്കുന്നുണ്ട്. 89 ആണ് നമ്മളുടെ ടാർഗറ്റ്. ഈ ഒരു ഒറ്റ ക്യാൻഡിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഫൈൻ. ഓക്കെ റൈറ്റ്. ഇനിയിപ്പോൾ ഇത്രയും 81 ഹൈ ഒരു 9 പോയിൻറ്റ്സ് അവേ ഫ്രം അവർ ടാർഗറ്റാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിലും ടെൻഷനില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കും. കാരണം ഇത്രയും ഹൈയിൽ പോയ മാർക്കറ്റിൽ പിന്നെ സ്റ്റോപ്പ് ലോസ് അത്രയും വലുത് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. സോ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് എന്ന് കോസ്റ്റിൽ തന്നെ കൊണ്ട് വച്ച് എക്സിറ്റ് ചെയ്യും. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് പിന്നെ 0 ആയിരിക്കും നമുക്ക് ഈ ഒരു ട്രേഡിൽ. എനിവേസ് ഇപ്പോൾ നോക്കി അത്യാവശ്യം നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലുമായി മാറുന്നുണ്ട്. ഇപ്പോൾ ഞാനോർത്ത് ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ്. എത്ര വലിയ റിജക്ഷൻ ക്യാൻഡിലാണെന്ന് നോക്കി. നല്ല പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നതായിരുന്നേ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏതായാലും നമ്മളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് റെഡിയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് അത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട കാര്യമില്ല. എഗെയിൻ ഒരു 2500 2600 റേഞ്ചിൽ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. 1239.05 നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയത്. ഒരു
7170 റേഞ്ചിൽ ഇപ്പോഴും മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും എങ്ങനെയാണ് വെയിറ്റ് ചെയ്യാം. ഓക്കെ 3800 3000 ഒറ്റ സ്പൈക്ക്. റൈറ്റ് ഓക്കെ. നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. നമ്മളിന്ന് ഓവറോൾ ഒരു 4500 ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ലോജിക്കിൽ നമ്മൾ എൻട്രി എടുത്തൊരു ട്രേഡാണ്. നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം. എനിവേസ് നല്ലൊരു ട്രേഡായിരുന്നു. വലിയ സമയമൊന്നും എടുത്തില്ല. നല്ല സമയം എടുക്കാത്ത അത്യാവശ്യം നല്ലൊരു ട്രേഡായിരുന്നു. നമ്മളുടെ എൻട്രിയിൽ നിന്ന് കുറച്ച് റിജക്ഷനൊക്കെ കാണിച്ചെങ്കിൽ ഇതാ വളരെ സിമ്പിൾ. അത് ഇവിടെ ഒരു W പാറ്റേൺ ഫോമായി. ഈ W പാറ്റേണിൻ്റെ ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ബ്രേക്കൗട്ട് കിട്ടി. നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് ഒരു 9:49 എൻട്രി എടുത്തു. 9:55 ആയപ്പോഴത്തേക്കും നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇവിടെ ഒരു ബ്രേക്കൗട്ടിൽ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ടാർഗറ്റും ഒരു സ്റ്റോപ്പ് ലോസുമാണ് വെച്ച് ഓവറോൾ നമ്മൾ ഇന്നൊരു 4500 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു.